എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ട്? മ്യൂസിയം ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലോട്ടേക്കാണ്. നമ്മൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലാണ് കയറിയത്. എന്നിട്ട് എമിറേറ്റ്സ് ടവറിൽ ഇറങ്ങി. അവിടുന്ന് ഒരു 10 മിനിറ്റ്സ് ജേണി ആകെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് തന്നെ വന്നേ? എങ്ങോട്ടാണ്? കെന്നു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ മ്യൂസിയത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. പിന്നെ നമ്മളങ്ങോട്ടേക്ക് വേഗം കൊണ്ട് നടന്നു ചെന്നു. ഈ എമിറേറ്റ്സ് ടവർ സ്റ്റേഷനിൽ നിന്ന് മ്യൂസിയത്തിലേക്കുള്ള വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കെന്നു ഇങ്ങനെ ഓരോന്ന് ചാടിക്കടന്ന് ഇങ്ങനെ വരികയായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് എൻ്റെ മുകളിലോട്ടേക്ക് എത്തി. ഇതെൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് മ്യൂസിയത്തിലെ അൽവഹ ഒയാസിസ് സെക്ഷനാണ്. ChatGPT പറഞ്ഞത് ഫ്യൂച്ചറിലേക്കുള്ളൊരു തെറാപ്പി സെൻറ്റർ ആണെന്നാണ്. വിച്ച് സ്റ്റിമുലേറ്റ് സ്മെൽ, ഇമോഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്. എനിക്കത്ര കൺഫേം ഒന്നുമല്ല. പിന്നെ ഇതാണ് അവിടുത്തെ ആ ഒരു വ്യൂ. അതിനകത്തുള്ള ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അറബിക് കാലിഗ്രഫി ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ മുകളിൽ പാറി നടക്കുന്ന പെൻഗ്വിൻ രൂപത്തിലുള്ളത് വേറെ റോബോട്ടാണ്. ഈ കാണുന്നത് ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ്. സ്പോട്ട് എന്നാണ് ഈ റോബോട്ടിൻ്റെ പേര്. ബ്ലൂ കളറൊക്കെ ഉള്ള 4 കാലിലുള്ള റോബോട്ടാണിത്. ബോസ്റ്റൺ ഡൈനാമിക്സ് എന്നൊരു അമേരിക്കൻ കമ്പനി നിർമ്മിച്ചൊരു റോബോട്ട് ഡോഗാണിത്. കെന്നു റോബോട്ടിനെ കാണാൻ വേണ്ടി ഓടിപ്പോകുന്നതാണ് കാണുന്നത്. പിന്നെ അവരുടെ സെക്യൂരിറ്റീസ് നല്ല ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, അതായത് എന്നെ തൊടരുത് എന്നുള്ളത്. അവളുടെ പിള്ളേരൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. ഒരുവിധം എല്ലാ പിള്ളേരും എന്നെ തൊട്ട് നോക്കാൻ വേണ്ടി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ റോബോട്ട് നടക്കാനും ഓടാനും അവിടെ തന്നെയുള്ള ആളുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും 360 ഡിഗ്രി തിരിയാനും സ്റ്റെയർ കയറാനും ഒക്കെ ഏബിളാണ്. റോബോട്ടും കെന്നും കുറേ ടൈം സ്പെൻഡ് ചെയ്തു. റോബോട്ട് ഇപ്പോൾ കെന്നുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കുട്ടികളെ നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് എക്സൈറ്റഡ് ആണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ് പിള്ളേരൊക്കെ. പിന്നെ സെൻസേഴ്സ്, ലിഡാസ്, ക്യാമറാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്വന്തം വഴി തന്നെ കണ്ടുപിടിക്കും. അത് പിന്നെ നമ്മളെ അടുത്തേക്ക് വരുമ്പം തന്നെ അവിടെയുള്ള ആളുകളൊക്കെ എൻഗേജ് ചെയ്യിക്കും. മുതിർന്നവരും പിള്ളേരും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു റോബോട്ടായിരുന്നു ഈ സ്പോട്ട്. പിന്നെ സ്പോട്ട് പെട്ടെന്ന് കെന്നുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അതിൽ അവൾ ആകെ പേടിച്ചു പോയി. അവൾ പേടിച്ച് കരയുന്നതാണ് ഈ കാണുന്നത്. കെന്നുവിന് പിന്നെ സ്പോട്ടിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കെന്നു ഇരിക്കുമ്പോൾ അതാ സ്പോട്ടും കൂടെ ഇരുന്ന്. പിന്നെ അവൾ മെല്ലെ എണീറ്റപ്പോൾ അവളെ കൂടെ എണീറ്റ്. പിന്നെ അവൾ ഓടിയപ്പോൾ അവളെ പിന്നാലെ ഓടാൻ നോക്കി. അതിൽ അവൾ പേടിച്ച് പപ്പനെ പിടിച്ച് നിന്നു. പിന്നെ അത് അതിനകത്ത് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അടുത്ത ടെക്നോളജി, റോബോട്ടിക് കോഫി മെഷീൻ. നമുക്ക് കോഫീസൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിതിൽ സ്കാൻ ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ വേണ്ടി മതി. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡിഷസൊക്കെ വരും. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോഫീസ് വരും. നമ്മൾ ഓർഡർ ചെയ്തത് ഐസ്ഡ് ക്യാപ്പുച്ചിനോ ആയിരുന്നു. ഓൺലൈൻ പേയ്മെൻറ്റ്, ഫോൺ, UPI എല്ലാം വെച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഐസ്ഡ് ക്യാപ്പുച്ചിനോ ഇവിടെ റെഡി ആവുന്നുണ്ട്. 26 ദിർഹംസ് ആണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഇതിൽ ഓരോ ഐറ്റംസും അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലൂടെ കാണാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്യാം. നമ്മുടെ കോഫി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പൊസിഷനിൽ വെച്ചു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത നെയിം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ സ്ക്രീനിൽ കാണിക്കും. പക്ഷെ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ടൈമിംഗ് ആകുമ്പം അത് തന്നെ നമുക്ക് എടുത്ത് തരികയാണ് ചെയ്യുന്നത്. കെന്നു പിന്നെ അവൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നതാണ് കാണുന്നത്. ശരിക്കും അവൾ കോഫിയൊന്നും കുടിക്കില്ല. പിന്നെ വെറുതെ എന്തോ വാശി പിടിച്ച് കരയാണ്. പിന്നെ കോഫി കിട്ടുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൃത്യമായിട്ടുള്ള കൺട്രോൾ ആൻഡ് എലഗൻസ് ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മളെ കോഫി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഇപ്പോഴതിൻ്റെ ഒരു ഗ്ലാസ് വന്ന് ഓപ്പണായി. ഇനി നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കോഫി കിട്ടിയിട്ടുണ്ട്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും എയർപെങ്കിനെ അതിലൂടെ കാണുന്നത്. ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ളൊരു റോബോട്ടാണ്. ജർമ്മനിയുടെ ഒരു കമ്പനിയായിട്ടുള്ള ഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ മൂമെൻറ്റ്സും സ്മൂത്ത് ആൻഡ് നാച്ചുറലാണ്. നോർമലി ഒരു പെൻഗ്വിൻ വെള്ളത്തിലൂടെ സ്വിമ്മിങ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തോന്നും.
നമുക്ക് കാണുമ്പോൾ ഒരു ബലൂൺ പോലെ തോന്നുമെങ്കിലും ഇതൊരു ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറമെ കാണുന്നൊരു റൗണ്ട് വാട്ടർ ഫീച്ചർ ഉണ്ട്. ഇതൊരു നോർമലായിട്ടുള്ളൊരു പോണ്ടല്ല. അതിനൊരു ഫ്യൂരിയസ്റ്റിക് ലുക്കും ഫീലും കൂട്ടാൻ വേണ്ടിയിട്ടാണ് വാട്ടർ സർക്കിളിൽ ഡിസൈൻ ചെയ്തത്. ബിൽഡിങ്ങിൻ്റെ റിഫ്ലക്ഷന് കാണുമ്പം തന്നെ നമുക്കൊരു സിരിയൽ സീൻ പോലെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടൊക്കെ കാണാറുണ്ട് നമ്മുടെ ഈ വ്ളോഗ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണാം. ബൈ ബൈ.